ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാത്രമല്ല, ഒരൊറ്റ വെർബ് യൂസ് ചെയ്തിട്ട് പല രീതിയിലുമാണ് നമ്മൾ പറയുന്നത്. ഒരൊറ്റ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള വെർബാണ്, അതായത് പോവുക എന്നുള്ള വെർബാണ് എടുത്തിട്ടുള്ളത്. ഡെയിലി ലൈഫിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്, ഇന്ന് രാവിലെ അവൾ പോയി. അല്ലെ, ഇന്ന് രാവിലെ അവൾ പോയി കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഷീ ലെഫ്റ്റ് ദിസ് മോർണിംഗ് അല്ലെങ്കിൽ ഷീ വെന്റ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ, ടുഡേ മോർണിംഗ് എന്ന് പറയരുത്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം. ഷീ ലെഫ്റ്റ് ദിസ് മോർണിംഗ് അല്ലെങ്കിൽ ഷീ വെന്റ് ദിസ് മോർണിംഗ്, അവൾ ഇന്ന് രാവിലെ പോയി. ഇവിടെ നമ്മൾ വെന്റ് ആയാലും ലെഫ്റ്റ് ആയാലും ഗോയുടെ പാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഇപ്പോൾ പോകും എന്ന് പറയുമ്പോൾ നമ്മൾ വെർബ് ഏതായി മാറും? ഇപ്പോൾ പോകും എന്നുള്ളത് വരാനിരിക്കുന്ന കാര്യമാണ്. ഐ വിൽ ഗോ നൗ. അല്ലെ, ഇവിടെ ഫസ്റ്റ് ഫോം ഐ വിൽ ഗോ നൗ, ഞാൻ ഇപ്പോൾ പോകും. നീ ഇന്നലെ പോയോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ ഇന്നലെ പോയോ? ഇവിടെയും നമ്മൾ ഓക്സിലറി യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഡ് യു ഗോ യെസ്റ്റർഡേ എന്ന് പറയണം. അല്ലേ, ഡിഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ V1 ഫോം ആണ്. ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ പോയോ? അവർക്ക് ഇന്ന് രാവിലെ പോകണം. അല്ലേ, അവർക്ക് ഇന്ന് രാവിലെ പോകണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധ സാഹചര്യമാണ്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ഹാവ് ടു ഗോ ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ടുഡേ മോർണിംഗ് അല്ല, ദിസ് മോർണിംഗ്. ദേ ഹാവ് ടു ഗോ ദിസ് മോർണിംഗ്, അവർക്ക് ഇന്ന് രാവിലെ പോകണം. ഓക്കെ, പല രീതിയിലും പറഞ്ഞു അല്ലെ. ഞങ്ങൾ പോകാനിരിക്കുകയാണ്. ഞങ്ങൾ പോകാനിരിക്കുകയാണ്. ആ ഒരു ടൈം പറയുമ്പം എന്ത് യൂസ് ചെയ്യണം? വി ആർ അബൌട്ട് ടു ഗോ. വി ആർ അബൌട്ട് ടു ഗോ, ഞങ്ങൾ പോകാനിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ രാവിലെ പോവുകയായിരുന്നോ? അല്ലെ, ഇത് വേറൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ രാവിലെ പോവുകയായിരുന്നോ? നിങ്ങളാണ് സബ്ജക്റ്റ്. വർ യു ഗോയിങ് ഇൻ ദ മോർണിംഗ്? വർ യു ഗോയിങ് ഇൻ ദ മോർണിംഗ്, ഇന്ന് രാവിലെ നിങ്ങൾ പോവുകയായിരുന്നോ? ഓക്കെ, ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒരുമിച്ച് പോകും എന്നെങ്ങനെ പറയാം? ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒരുമിച്ച് പോകും, വരാനുള്ള കാര്യമാണ്. We will go together this afternoon. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഉച്ചയ്ക്ക്, ഇന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദിസ് മോർണിംഗ്, ദിസ് ഈവനിങ്, ദിസ് ആഫ്റ്റർനൂൺ ഇങ്ങനെ വേണം പറയാനായിട്ട്. ഒരിക്കലും ടുഡേ മോർണിംഗ്, ടുഡേ ആഫ്റ്റർനൂൺ, ടുഡേ ഈവനിങ് എന്ന് പറയാറില്ല. നമ്മൾ എന്ത് പറയണം? ദിസ് എന്ന് പറഞ്ഞിട്ട് ഏത് ടൈം ആണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ, തെറ്റിപ്പോകരുത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒരുമിച്ച് പോകും എന്ന് പറയുമ്പോൾ we will go together this afternoon. അവർ പോകാൻ റെഡിയാവുകയാണ്. അവർ പോകാൻ റെഡിയാവുകയാണ്. എങ്ങനെ പറയാ? they are getting ready to go. they are getting ready to go. അവർ പോകാൻ റെഡിയാവുകയാണ്. നീ ഒറ്റക്ക് പോകരുത്. നീ ഒറ്റക്ക് പോകരുത്. don't go alone. നീ ഒറ്റക്ക് പോകരുത്. ഞാൻ ഇപ്പോൾ പോകണം. ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോൾ പോകണം. ഷുഡ് ഐ ഗോ നൗ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകണോ, ഞാൻ ചെയ്യണോ, ഞാൻ വരണോ, ഇങ്ങനെ ഞാൻ ഒരാളോട് ഇങ്ങനെ അഡ്വൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്കവിടെ ഷുഡ് യൂസ് ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് കേട്ടോ. ഷുഡ് ഐ ഗോ, ഷുഡ് ഐ ഡു, ഞാൻ ചെയ്യണോ, ഷുഡ് ഐ കം, ഞാൻ വരണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ ഷുഡ് ഐ യൂസ് ചെയ്തിട്ട് നമ്മൾ വെർബിന് V1 ഫോം. ഏത് വെർബാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സെന്റൻസും ക്രിയേറ്റ് ചെയ്യാം. ഷുഡ് ഐ റീഡ്, ഞാൻ വായിക്കണോ. ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഷുഡ് ഐ ഗോ നൗ, ഞാനിപ്പോൾ പോകണോ. ഓക്കെ, എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഇങ്ങനെ പറയാ, എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്, എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഓക്കെ, നീ പോകരുതെന്ന് പറയുകയാണെങ്കിൽ, നീ ഒറ്റക്ക് പോകരുത്, ഡോണ്ട് ഗോ എലോൺ. നീ പോകരുത്, ഡോണ്ട് ഗോ. ഓക്കെ, അതും ഇതുപോലെ തന്നെ ഡോൺ യൂസ് ചെയ്തിട്ട് വെർബ്, ഏതൊരു വെർബും നമുക്ക് V1 ഫോമിലിട്ടിട്ട് പറഞ്ഞു. ഡോണ്ട് റൈറ്റ്, നീ എഴുതരുത്. ഡോണ്ട് ഡു, നീ ചെയ്യരുത്. ഡോണ്ട് ക്ലീൻ, നീ വൃത്തിയാക്കരുത്. ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാം കേട്ടോ. നീ പോയിട്ട് വിളിക്കൂ. നീ പോയിട്ട് വിളിക്കൂ. കോൾ മീ ആഫ്റ്റർ യു ഗോ.
കോൾ മീ ആഫ്റ്റർ യു ഗോ. നീ പോയതിന് ശേഷം വിളിക്കൂ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അതിന്റെ ഒരു ശീലം പറയാണ്. ശീലം പറയാൻ വേണ്ടിയിട്ട് ഞാനാണ് സബ്ജക്റ്റ്. ഐ ഗോ ടു സ്കൂൾ എവറിഡേ. അല്ലേ? പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് അതിനുശേഷം വെർബ് V1 ഫോം. ഐ ഗോ ടു സ്കൂൾ എവറിഡേ. എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അവൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകാറുണ്ട്. അവൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകാറുണ്ട്. അത് അവളുടെ ഒരു ശീലമാണ്. അപ്പൊ ഈ ശീലം പറയുമ്പം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഷീ ഗോസ് ടു വർക്ക് അറ്റ് 9 AM. ഷീ ഗോസ് ടു വർക്ക് അറ്റ് 9 AM. അവൾ എന്നും രാവിലെ 9 മണിക്ക്, കൃത്യം 9 മണിക്ക് ജോലിക്ക് പോകാറുണ്ട്. കൃത്യമായ സമയം പറയുമ്പോൾ നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. അവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഇങ്ങനെ പറയാം, അവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഇത് അവന്റെ ഒരു ശീലാണല്ലോ. ഹി ഗോസ് ടു ദ മോസ്ക് എവറി ഫ്രൈഡേ. ഹി ഗോസ് ടു ദ മോസ്ക്. മോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി എന്നാണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി ഗോസ് ടു ദ മോസ്ക് എവറി ഫ്രൈഡേ. എല്ലാ വെള്ളിയാഴ്ചയും അവൻ പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച മാർക്കറ്റിൽ പോകും. ഇത് ഞങ്ങളുടെ ഒരു ശീലാണ്. ഞങ്ങൾ ഞായറാഴ്ച മാർക്കറ്റിൽ പോകും. വി ഗോ ടു ദ മാർക്കറ്റ് ഓൺ സൺഡേ. ഇവിടെ പോകും എന്ന് പറയുമ്പം വില്ലാണോ എന്ന് സംശയിക്കേണ്ട. ഈ ഞായറാഴ്ചകൾ മാർക്കറ്റിൽ പോകുക എന്നത് ഞങ്ങളുടെ ഒരു ശീലാണ്. അല്ലെ? ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാർക്കറ്റിൽ പോകും അല്ലെങ്കിൽ പോകാറുണ്ട്. വി ഗോ ടു ദ മാർക്കറ്റ് ഓൺ സൺഡേ അല്ലെങ്കിൽ സൺഡേസ്, രണ്ടും പറയാട്ടോ. അവർ നേരത്തെ വീട്ടിലേക്ക് പോകാറുണ്ട്. അവർ നേരത്തെ വീട്ടിലേക്ക് പോകാറുണ്ട്. ദേ ഗോ ഹോം ഏർലി. ദേ ഗോ ഹോം ഏർലി. അവർ നേരത്തെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോ. നമ്മൾ ആരോടെങ്കിലും പറയാണ്, ഇപ്പോൾ വീട്ടിലേക്ക് പോ. ഗോ ഹോം നൗ. ഗോ ഹോം നൗ. അവിടേക്ക് പോകരുത്. അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അരുതെന്ന് പഠിച്ചു. അവിടേക്ക് പോകരുത്. ഡോണ്ട് ഗോ ദർ. ഡോണ്ട് ഗോ ദർ. ഞാൻ ഇപ്പോൾ പോകട്ടെ. നേരത്തെ നമ്മൾ ഞാനിപ്പോൾ പോകണോ എന്ന് ചോദിച്ചു. അത് നമുക്ക് ഒരാളോടുള്ളൊരു ഇത് ചോദിക്കും. ഇനി നമ്മൾ ഒരാളോട് സമ്മതം ചോദിക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ പോകട്ടെ, ഇവിടെ യൂസ് ചെയ്യേണ്ടത് ക്യാൻ എന്നാണ്. ക്യാൻ ഐ ഗോ നൗ. ക്യാൻ ഐ ഗോ നൗ. ഞാനിപ്പോൾ പോകട്ടെ. ഓക്കെ. ഇനി മേ ഐ ഗോ നൗ എന്ന് വേണമെങ്കിലും ഇവിടെ ചോദിക്കാം കേട്ടോ. നമ്മളൊരു സമ്മതം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. എങ്ങനെയാ അത് പറയാ? എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് പോകാൻ ആഗ്രഹമില്ല. ഇത് തന്നെയാണ് ഈ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡോണ്ട് വാണ്ട് എന്നാണ്, അല്ലെ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. എനിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ എന്ത് കാര്യത്തിനും താല്പര്യമില്ല എന്ന് പറയുമ്പം ഡോണ്ട് വാണ്ട് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഡോണ്ട് വാണ്ട് ടു എന്ന് യൂസ് ചെയ്തിട്ട് വെർബ് V1 ഫോമിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിന് താല്പര്യമില്ല. എനിക്ക് എഴുതാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു റൈറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. ഓക്കെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കും. നീ എപ്പോഴാ പോവുക? നീ എപ്പോഴാ പോവുക? വെൻ വിൽ യു ഗോ. വെൻ വിൽ യു ഗോ. നീ എപ്പോഴാ പോകുക? അവൻ ഇന്നലെ കൊച്ചിയിലേക്ക് പോയി. അവൻ ഇന്നലെ കൊച്ചിയിലേക്ക് പോയി. ഹി വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ. ഹി വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ. നീ വീട്ടിലേക്ക് പോയോ അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പം ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു ഗോൺ ഹോം. നീ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? നീ വീട്ടിലേക്ക് പോയോ? ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുമ്പം ഹാവ് യു ഗോൺ ഹോം. ഞാൻ കടയിലേക്ക് പോവുകയാണ്. ഞാൻ കടയിലേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ടു ദ ഷോപ്പ്. ഐ എം ഗോയിങ് ടു ദ ഷോപ്പ്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. വി ആർ ഗോയിങ് ബൈ ബസ്. വി ആർ ഗോയിങ് ബൈ ബസ്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അവൾ തന്റെ സുഹൃത്തിനൊപ്പം പോവുകയാണ്. അതായത് അവൾ അവളുടെ സുഹൃത്തിന്റെ കൂടെ പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹെർ ഫ്രണ്ട്. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹെർ ഫ്രണ്ട്. വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ, ഒപ്പം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹെർ ഫ്രണ്ട്. അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ പോവുകയാണ്. അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നമുക്ക് പോകാൻ സമയമായി. നമുക്ക് പോകാൻ സമയമായി. ഈ സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ വേർഡ് യൂസ് ചെയ്താൽ മതി. ഇറ്റ്സ് ടൈം.
ഇറ്റ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമായി എന്നാണ്. അപ്പൊ നമുക്ക് പോകാൻ സമയമായി എന്നെങ്ങനെയാ പറയാ, ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരൊറ്റ വെർബ് യൂസ് ചെയ്തിട്ട് പല തരത്തിലും പല സിറ്റുവേഷനിലുള്ള സെന്റൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ എത്തും. മാത്രമല്ല, ലോങ് വീഡിയോ ചെയ്യാത്ത സമയത്ത് മാക്സിമം ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പറ്റാത്ത സമയത്ത് ഷോർട്സ് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പൊ ഷോർട്സ് വീഡിയോയും നിങ്ങൾ കാണണം. ഓക്കെ, അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.